എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. തപാൽ വകുപ്പിൽ സർക്കാർ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. തപാൽ വകുപ്പിൽ നിന്നും 28,740 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതും എക്സാമിനേഷൻ ആവശ്യമില്ലാത്തതുമായ ഒരു തസ്തികയാണിത്. 29,380 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയാണിത്. നമുക്കിതിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇന്ത്യൻ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2026 28,740 ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഗ്രാമീൺ ഡക് സേവക് GDS ബ്രാഞ്ച് പോസ്റ്റ്മാൻ, BPM അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ, ABPM തസ്തികയിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത്. GDS അപേക്ഷ ഓൺലൈനായിട്ട് ആരംഭിക്കുന്നത് 2026 ജനുവരി 31-നാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായി പറഞ്ഞിട്ടുള്ളത് 2026 ഫെബ്രുവരി 14-ാം തീയതിയാണ്. ഇവിടെ ഓൺലൈൻ ഫീ പേയ്മെന്റ് 2026 ഫെബ്രുവരി 16 വരെയാണ്. ഇന്ത്യൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയെന്ന് നോക്കാം. അപേക്ഷകർ 10ാം ക്ലാസ് സെക്കൻഡറി സ്കൂൾ പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ ഇന്ത്യൻ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്നിവയിൽ അംഗീകൃത സ്കൂൾ വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും ഗണിതത്തിലും ഇംഗ്ലീഷിലും വിജയിച്ചിരിക്കണം. അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് വരെയെങ്കിലും അപേക്ഷകർ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധിയായിട്ട് പറയുന്നത് GDS റിക്രൂട്ട്മെന്റ് 2026 ഓൺലൈൻ അപേക്ഷിക്കുന്നതിന് അപേക്ഷകരുടെ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ കുറയരുത്. പരമാവധി പ്രായം 40 വയസ്സിൽ കൂടുകയും അരുത്. വയസ്സിളവ് സംവരണ വിഭാഗത്തിലെ ഉയർന്ന പ്രായ ഇളവുകൾ ഇപ്രകാരമാണ്. മറ്റു യോഗ്യതകൾ ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ്. സൈക്ലിംഗ് പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം. പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കേണ്ടതായ ഫീസായിട്ട് പറയുന്നത് 100 രൂപയാണ്. അതിവിടെ സ്ത്രീ ഉദ്യോഗാർത്ഥികൾ, ട്രാൻസ്ഫോൺ അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഈടാക്കുന്നതല്ല. ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ 10ാം ക്ലാസ് മാർക്ക് അനുസരിച്ച് തയ്യാറാക്കിയ മെറിറ്റ് ലിസ്റ്റിന് അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കൂടാതെ എഴുത്തു പരീക്ഷ നടത്തത്തില്ല. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഇന്ത്യൻ പോസ്റ്റ് GDS.online.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. GDS അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട തീയതി 2026 ജനുവരി 31-ഉം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 14-ആണ്. ഈ ഒരു തസ്തികയുടെ ശമ്പളമായി പറയുന്നത് ABPM അല്ലെങ്കിൽ GDSന് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയും, BPM 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് ശമ്പള സ്കെയിലായിട്ട് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെന്റ് 2026 താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന ആവശ്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി എന്നിവ പാലിക്കണം. സിസ്റ്റം ജനറേറ്റ് മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗാർത്ഥികളെ GDS തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇന്ത്യൻ പോസ്റ്റ് GDS.online.government.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് വാക്കൻസിയുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്